പിറവി എന്ന ഒറ്റ ചിത്രത്തിലൂടെ ലോക സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ഷാജി എൻ കരുൺ സമാനതകളില്ലാത്തൊരു സിനിമാ പ്രവർത്തകനായിരുന്നു. സിനിമയിൽ ഛായാഗ്രാഹകനായാണ് ഷാജി എൻ കരുൺ എത്തുന്നത്. മലയാളത്തിലെ ഇതിഹാസ ചലച്ചിത്ര നിർമ്മാതാവ് ജി അരവിന്ദനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഈ സമയത്താണ് ആരംഭിച്ചത്. തുടർന്ന് ജി അരവിന്ദൻ, കെ ജി ജോർജ്, എം ടി വാസുദേവൻ നായർ തുടങ്ങിയ പ്രശസ്ത സംവിധായകരോടൊപ്പം ഛായാഗ്രാഹകനായി അദ്ദേഹം തുടർന്നു. ദേശീയ പുരസ്കാരങ്ങൾ തുടർച്ചയായി നേടിയ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകൻ എന്ന നിലയിൽ ഷാജി എൻ കരുൺ മലയാളത്തിന് പുറത്തും അക്കാലം മുതൽ ശ്രദ്ധേയനായി മാറിയിരുന്നു. പിറവി, സ്വാം, വാനപ്രസ്ഥം എന്നീ 3 ചിത്രങ്ങൾ തുടർച്ചയായി കാനിന്റെ ഔദ്യോഗിക വിഭാഗങ്ങളിലേക്ക് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള ഏതൊരു ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും ലഭിക്കുന്ന അപൂർവ നേട്ടമാണ്. 1994 സ്വാം എന്ന ചിത്രം കാൻ ചലച്ചിത്രമേളയുടെ മത്സരത്തിൽ ഇടം നേടി. മലയാള ഭാഷയ്ക്ക് 3 മികച്ച ചിത്രങ്ങൾ നൽകിയ ഏക മലയാള ചലച്ചിത്രകാരനാണ് അദ്ദേഹം. രാജ്യത്തെ ആദ്യത്തെ ചലച്ചിത്ര ടെലിവിഷൻ അക്കാദമിയായ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രീമിയർ ചെയർമാനായിരുന്നു അദ്ദേഹം. 1998 മുതൽ 2001 വരെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായിരുന്നു. നിലവിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ്. 1952 കൊല്ലം ജില്ലയിൽ എൻ കരുണാകരന്റെയും ശ്രീമതി ചന്ദ്രമതിയുടെയും മൂത്ത മകനായാണ് ഷാജി എൻ കരുണിന്റെ ജനനം. ബിരുദാനന്തര ബിരുദത്തിനു ശേഷം 1975 കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ യാഥാർത്ഥ്യമാകുന്നതുവരെ അദ്ദേഹം ISRO അഹമ്മദാബാദ്, മുംബൈ TV, മദ്രാസ് ഫിലിം ഇൻഡസ്ട്രി എന്നിവയിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തു. മദ്രാസിൽ വേരൂന്നിയ ചലച്ചിത്ര വ്യവസായത്തെ തിരികെ കൊണ്ടുവരുന്നതിനായി KSFDCയുടെ ഭാവി ദർശനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനും സ്ഥാപക ചെയർമാൻ PRS പിള്ളയുമായും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ G വിവേകാനന്ദനുമായും അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ടു. KSFDCയുടെയും മലയാള ചലച്ചിത്ര പ്രവർത്തകരിലെ അറിയപ്പെടുന്ന ഭീമന്മാരുടെയും സംഭാവനകളിലൂടെ അർത്ഥവത്തായ സിനിമാ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വഹിച്ച പങ്ക് ദേശീയമായും അന്തർദേശീയമായും മലയാള സിനിമയ്ക്ക് നിരവധി നാഴികക്കല്ലായ നേട്ടങ്ങൾക്ക് കാരണമായി. 1998 കേരള സർക്കാരിന്റെയും അന്നത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന TK രാമകൃഷ്ണന്റെയും നേതൃത്വത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര അക്കാദമിയായ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ആരംഭിക്കുകയും അധ്യക്ഷനാവുകയും ചെയ്തു. അതേ വർഷം തന്നെയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള മത്സരാധിഷ്ഠിതമായി ആരംഭിച്ചത്. 1989 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അഭിമാനകരമായ ക്യാമറ ഡി ഓർ മെൻഷൻ ഡി ഹോണർ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് ഷാജി എൻ കരുൺ. അദ്ദേഹത്തിന്റെ കന്നി സംവിധാനത്തിൽ പിറന്ന പിറവി മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുകയായിരുന്നു. മകനെ നഷ്ടപ്പെടുന്ന ഒരു പിതാവിന്റെ ദുഃഖത്തെക്കുറിച്ചായിരുന്നു പിറവി പറഞ്ഞത്. രാജൻ കേസിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച പിറവി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു. ഷാജിയുടെ രണ്ടാമത്തെ ചിത്രമായ സ്വം പ്രമേയപരമായി ദുഃഖം തന്നെയായിരുന്നു. 1994 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കാൻ സ്വം തെരഞ്ഞെടുക്കപ്പെട്ടു. 1999 സംവിധാനം ചെയ്ത വാനപ്രസ്ഥത്തിൽ മോഹൻലാൽ ആയിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ഒരു നടൻ നേരിടുന്ന സ്വത്ത് പ്രതിസന്ധിയെക്കുറിച്ചായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം. ഹിന്ദിയിൽ നിഷാദ് എന്ന പേരിൽ ഒരു ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. 2002 സെപ്റ്റംബറിൽ ജപ്പാനിൽ നടന്ന ഫുകുവോക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിഷാദ് പ്രദർശിപ്പിച്ചിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത കുട്ടി ശ്രാങ്ക് 2010 പ്രദർശനത്തിനെത്തുന്നത്. ജയറാമും കാദംബരിയും അഭിനയിച്ച സോപാനം 2013 ഡിസംബർ 8 ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഫാന്റസി പെർസെപ്ഷനും ആഖ്യാനവും അനുസരിച്ച് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ ഓള് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവ 2018 അവതരിപ്പിച്ച ഇന്ത്യൻ പനോരമ ഫിലിം സെക്ഷനുകളുടെ ഉദ്ഘാടന ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 66ാമത് ദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച ഛായാഗ്രഹണത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡിന് ഓള് അർഹമായിരുന്നു. 1 ഡസനോളം ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. സിനിമകൾ നിർമ്മിക്കുന്നതിനു പുറമെ നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ ജൂറിയായും സർക്കാർ അക്കാദമിക് മേഖലകളിൽ സജീവ പങ്കാളിയായും ഷാജി എൻ കരുൺ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര ടെലിവിഷൻ അക്കാദമിയായ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രീമിയർ ചെയർമാനുമായിരുന്നു. 1998 മുതൽ 2001 വരെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായിരുന്നു.
അദ്ദേഹത്തിന്റെ ഗാഥ എന്ന പ്രൊജക്ട് 2012 സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ചു. 2014 നവംബറോടെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അത് മാറ്റിവെച്ചു. 2022 മെയ് മാസത്തിൽ ഇന്ത്യൻ ആധുനിക ചിത്രകലയുടെ പയനിയറായ അമൃത ഷേർഗിലിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള തന്റെ അടുത്ത പ്രൊജക്ട് ഷാജി എൻ കരുൺ പ്രഖ്യാപിച്ചു. ഷേർഗിലിന്റെ ജീവചരിത്ര രചനകളെ അടിസ്ഥാനമാക്കിയുള്ള ബഹുഭാഷാ ചിത്രമായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്തത്. ഒരു ഇന്തോ ഫ്രഞ്ച് US സഹകരണ പദ്ധതിയായി വിഭാവനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ അന്താരാഷ്ട്ര അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരുമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഒരു ഇന്ത്യൻ ചിത്രകാരന്റെ വേഷം ചെയ്യാൻ ഒരു മെക്സിക്കൻ നടനെ സമീപിച്ചിരുന്നതും അന്തർദേശീയ തലത്തിൽ വാർത്തയായിരുന്നു. എന്നാൽ ആ സിനിമ യാഥാർത്ഥ്യമാവുന്നതിന് കാത്തുനിൽക്കാതെ ഷാജി എൻ കരുൺ യാത്രയായി. കേരള സർക്കാരിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള JC ഡാനിയൽ അവാർഡ് 2024 ഇക്കഴിഞ്ഞ ദിവസമാണ് ഷാജി എൻ കരുൺ ഏറ്റുവാങ്ങിയത്. ശ്രീലങ്കൻ സർക്കാരിന്റെ കൊളംബോയിലെ 10ാമത് ഇന്റർനാഷണൽ യൂത്ത് ഫിലിം ഫെസ്റ്റിവൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, 12ാമത് ജയ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യ 2020 ലൈഫ് ടൈം അച്ചീവ്മെന്റ് ടൈറോൾ, IFFI പ്രൈസ് ഇൻസ്ബ്രഗ് ഫിലിം ഫെസ്റ്റിവൽ ഓസ്ട്രിയ 2011 ഷാജി എൻ കരുണിനെ രാജ്യം പത്മശ്രീയും നൽകി ആദരിച്ചിരുന്നു. ചാപ്ലിന്റെ ജന്മശതാബ്ദിയുടെ സ്മരണയ്ക്കായി ആദ്യത്തെ സർ ചാൾസ് ചാപ്ലിൻ അവാർഡ്, എഡിൻബർഗ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള, ഹവായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ദേശീയ ചലച്ചിത്ര അവാർഡ്, തമ്പു, കേരള സർക്കാരിന്റെ അവാർഡുകൾ കാഞ്ചനസീത, എസ്തപ്പൻ 1 മുതൽ 0 വരെ. ഒരു സംവിധായകൻ എന്ന നിലയിൽ കാൻ ഫിലിം ഫെസ്റ്റിവൽ പാം ഡി ഓർ വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രമായിരുന്നു സ്വം. ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രമായി പിറവി തെരഞ്ഞെടുക്കപ്പെട്ടു. ലൊക്കാർണോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗ്രാൻഡ് ജൂറി പ്രൈസ് എന്നിവയും പിറവിയെ തേടിയെത്തിയ ഹാവായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള, ഷിക്കാഗോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, USA സിൽവർ ഹ്യൂഗോ ഫജർ ഫിലിം ഫെസ്റ്റിവൽ, ഇറാൻ ക്രിസ്റ്റൽ സിമോർഗ്, ബെർഗാമോ ഫിലിം മീറ്റിംഗ് എന്നീ മേളകളിലും ഷാജി എൻ കരുൺ പങ്കെടുത്തിട്ടുണ്ട്. മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഫെബ്രിസ്കി സമ്മാനം, 1999 ഇസ്താംബുൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് ജൂറി പ്രൈസ് എന്നിവ വാനപ്രസ്ഥം കരസ്ഥമാക്കിയിരുന്നു. ജനസിസ്, ലക്ഷ്മി വിജയം, ഞാവൽപ്പഴങ്ങൾ, കാഞ്ചനസീത, മുഹൂർത്തങ്ങൾ, തമ്പു, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവെയിൽ, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, മംഗളം നേരുന്നു, പഞ്ചവടിപ്പാലം, ചിദംബരം, മീനമാസത്തിലെ സൂര്യൻ, നഖക്ഷതങ്ങൾ, അരപ്പറ്റ കെട്ടിയ ഗ്രാമത്തിൽ, ഏക് ചാദർ മൈലി, നേരം പുലരുമ്പോൾ, 1 മുതൽ 0 വരെ, പഞ്ചാഗ്നി, സർഗം, കുട്ടിസ്രാങ്ക് എന്നിവയാണ് ഷാജി എൻ കരുണിന് മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് നേടിക്കൊടുത്ത ചിത്രങ്ങൾ.